സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് തിരഞ്ഞെടുത്തിട്ടുള്ള 100 ചോദ്യങ്ങളാണ്. ക്യുക്ക് റിവിഷനാണ്. ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, തീരദേശ സംരക്ഷണ ദിനം തീരദേശ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഫെബ്രുവരി 1 തീരദേശ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത്. ഫെബ്രുവരി 1. ദേശീയ ബാലാവകാശ കമ്മീഷൻ ആദ്യത്തെ ചെയർപേഴ്സൺ ആരായിരുന്നു? ദേശീയ ബാലാവകാശ കമ്മീഷൻ ആദ്യത്തെ ചെയർപേഴ്സൺ ആരായിരുന്നു? ശാന്ത സിൻഹ. ഇന്ത്യൻ ഫുട്ബോളിന്റെ കളിത്തൊട്ടിൽ എന്ന് അറിയപ്പെടുന്നത്? ഇന്ത്യൻ ഫുട്ബോളിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് കേരളമാണ്. ഇന്ത്യൻ ഫുട്ബോളിന്റെ മക്ക എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ്. ഇന്ത്യൻ ഫുട്ബോളിന്റെ കളിത്തൊട്ടിൽ കേരളം, ഇന്ത്യൻ ഫുട്ബോളിന്റെ മക്ക എന്നറിയപ്പെടുന്നത് കൊൽക്കത്ത. നീലഗിരിയിൽ വസിക്കുന്ന ഗോത്ര വിഭാഗം തോഡർ. എന്നറിയപ്പെടുന്ന ലോഹമാണ് മഗ്നീഷ്യം. തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? എന്നറിയപ്പെടുന്ന രോഗം ഡിഫ്തീരിയ. ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ അവതരിപ്പിച്ചത് ആരാണ്? ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ അവതരിപ്പിച്ചത് അമിത് ഷാ. മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയറിലാണ് മേഘങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏത്? ആര്യഭട്ട. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് എന്ന്? ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമനയാണ്. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24 ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത്. 1950 ജനുവരി 24. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജൻ. ഇന്ത്യയുടെ വടക്കേ അറ്റം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹിമാലയത്തിലെ പ്രദേശം ഏത്? ഇന്ത്യയുടെ വടക്കേ അറ്റം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹിമാലയത്തിലെ പ്രദേശമാണ് ഇന്ദിരാകോൾ. ഇന്ത്യയുടെ വടക്കേ അറ്റം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹിമാലയത്തിലെ പ്രദേശമാണ് ഇന്ദിരാകോൾ. പട്ടുനൂൽ വ്യവസായത്തിൽ 1-ാം സ്ഥാനമുള്ള സംസ്ഥാനം ഏതാണ്? പട്ടുനൂൽ വ്യവസായത്തിൽ 1-ാം സ്ഥാനമുള്ളത് കർണാടകയാണ്. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. അടുത്ത ചോദ്യം, കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? മണ്ണിനമാണ് പീറ്റ് മണ്ണ്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച ദിവസം ഏതാണ്? 1942 ഓഗസ്റ്റ് 9. 1942 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച ദിവസം. ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ കീഴരിയൂർ ബോംബ് കേസ് ഉണ്ടായത്? ഏത് സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ന് ചോദിക്കാറുണ്ട്. ഏത് സംഭവമാണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് കേരളത്തിൽ കീഴരിയൂർ ബോംബ് കേസ് ഉണ്ടായത്. ക്വിറ്റ് ഇന്ത്യ സമരം. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത്? അരുണ ആസഫ് അലിയാണ്. അരുണ ആസഫ് അലിയെ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ജയപ്രകാശ് നാരായൺ ആണ്.
കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ളത് പെരിയാർ നദിക്കാണ്. പെരിയാർ. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. ഡെത്ത് സ്റ്റാർ എന്നറിയപ്പെടുന്ന ശനിയുടെ ഉപഗ്രഹം ഏതാണ്? ഡെത്ത് സ്റ്റാർ എന്നറിയപ്പെടുന്ന ശനിയുടെ ഉപഗ്രഹം മീമാസ് ആണ്. മീമാസ് ആണ് ഡെത്ത് സ്റ്റാർ എന്നറിയപ്പെടുന്ന ശനിയുടെ ഉപഗ്രഹം. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ശനിയാണ്. സൂര്യകിരണം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? സൂര്യകിരണം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം 8 മിനിറ്റ് 20 സെക്കൻഡ് അഥവാ 500 സെക്കൻഡ് ആണ്. 8 മിനിറ്റ് 20 സെക്കൻഡ് അഥവാ 500 സെക്കൻഡ് ആണ് സൂര്യകിരണം ഭൂമിയിലെത്താൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം. ദി ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? ദി ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് സാലിം അലിയാണ്. സാലിം അലി. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമലയാണ്. ആനമല. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമല. തിരുവനന്തപുരത്തെ നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? തിരുവനന്തപുരത്തെ നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. അപ്പൊ നിത്യഹരിത നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്താണ് വെങ്ങാനൂർ. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂർ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. മഞ്ഞളിന്റെ മഞ്ഞ നിറത്തിന് കാരണമായ രാസവസ്തു. മഞ്ഞളിന്റെ മഞ്ഞ നിറത്തിന് കാരണമായ രാസവസ്തു കുർക്കുമിനാണ്. ഹോൺ മുഴക്കുന്ന ഒരു വാഹനം അടുത്തെത്തുമ്പോൾ ഹോൺ ശബ്ദത്തിന്റെ ഉച്ചത കൂടുന്നതായും അത് കടന്നുപോയി കഴിയുമ്പോൾ ഉച്ചത കുറയുന്നതായും അനുഭവപ്പെടുന്നതിന് കാരണം ഡോപ്ലർ എഫക്റ്റ് ആണ്. ഡോപ്ലർ എഫക്റ്റ്. വിദ്യാലയം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ്. വിദ്യാലയം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? മൂർക്കോത്ത് കുമാരനാണ്. പ്രസിദ്ധീകരണത്തിന്റെ പേര് വിദ്യാലയം. ആരാണ് ആരംഭിച്ചത്? മൂർക്കോത്ത് കുമാരനാണ്. ജാതി നാശിനി സഭ സ്ഥാപിച്ചത് ആര്? ജാതി നാശിനി സഭ സ്വാമി ആനന്ദ തീർത്ഥനാണ്. ജാതി നാശിനി സഭ സ്ഥാപിച്ചത് സ്വാമി ആനന്ദ തീർത്ഥൻ. ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏത്? ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ല. തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ല ഏതാണ്? തമിഴ്നാടും കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്നത് വയനാട് ജില്ലയാണ്. വയനാട്. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂരാണ്. കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് പാലക്കാട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട്. കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ല. കേരളത്തിൽ വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല ഏതാണ്? ഏറ്റവും കുറവുള്ളത് ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ. ഇരവികുളത്തെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ഇരവികുളത്തെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് 1978 കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളമാണ്. ഏറ്റവും വലുത് ഇരവികുളമാണ്. ഇരവികുളത്തെ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചത് 1975 ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് 1978. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം എന്താണ്? ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് കുമരകം പക്ഷി സങ്കേതമാണ്. കുമരകം പക്ഷി സങ്കേതമാണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം കോന്നിയാണ്. കോന്നി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചി.
ഏത് വർഷമാണ് ഓണം കേരളത്തിന്റെ ദേശീയോത്സവമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്? കേരളത്തിന്റെ ദേശീയോത്സവം ഓണമാണ്. ഓണത്തെ കേരളത്തിന്റെ ദേശീയോത്സവമായിട്ട് പ്രഖ്യാപിച്ച വർഷം 1961. 1961. കേരളത്തിലെ ഇബ്സൺ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരളത്തിലെ ഇബ്സൺ എന്നറിയപ്പെടുന്നത് എൻ കൃഷ്ണപിള്ളയാണ്. എൻ കൃഷ്ണപിള്ള. മലയാളത്തിലെ ആദ്യത്തെ സംഗീത നാടകം ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ സംഗീത നാടകം സംഗീത നൈഷധം എന്ന നാടകമാണ്. സംഗീത നൈഷധം എന്ന നാടകമാണ് മലയാളത്തിലെ ആദ്യത്തെ സംഗീത നാടകം. സംഗീത നൈഷധം. പവിഴമല്ലി എന്ന ചലച്ചിത്രം ആരെ പറ്റിയുള്ളതാണ്? ചലച്ചിത്രത്തിന്റെ പേര് പവിഴമല്ലി എന്നാണ്. പവിഴമല്ലി എന്ന ചലച്ചിത്രം സുഗതകുമാരിയെ കുറിച്ചുള്ളതാണ്. സുഗതകുമാരി. ആര് അന്തരിച്ചപ്പോഴാണ് ആ അഗ്നിപർവ്വതം എരിഞ്ഞടങ്ങിയെന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അനുശോചിച്ചത്? ആര് അന്തരിച്ചപ്പോഴാണ് ആ അഗ്നിപർവ്വതം എരിഞ്ഞടങ്ങി എന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അനുശോചിച്ചത്? വി കെ കൃഷ്ണമേനോൻ അന്തരിച്ചപ്പോഴാണ്. വി കെ കൃഷ്ണമേനോൻ. പുരാണിക് എൻസൈക്ലോപീഡിയ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? പുരാണിക് എൻസൈക്ലോപീഡിയ എന്ന ഗ്രന്ഥം വെട്ടം മാണിയാണ്. വെട്ടം മാണി. സത്യത്തിന്റെ തുറമുഖം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? സത്യത്തിന്റെ തുറമുഖം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ലയാണ് കോഴിക്കോട് ജില്ല. കോഴിക്കോട്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി താരം ആരാണ്? അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി താരമാണ് സി ബാലകൃഷ്ണൻ. പർവ്വതാരോഹകനായ സി ബാലകൃഷ്ണനാണ് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി താരം. പർവ്വതാരോഹകനായ സി ബാലകൃഷ്ണൻ. സമ്പന്നമായ ഭൂമി എന്ന അർത്ഥത്തിൽ തിരുവിതാംകൂർ വിളിക്കപ്പെട്ടിരുന്ന പേര്? സമ്പന്നമായ ഭൂമി എന്ന അർത്ഥത്തിൽ തിരുവിതാംകൂർ വിളിക്കപ്പെട്ടിരുന്ന പേരാണ് വാഞ്ചിഭൂമി എന്ന്. വാഞ്ചിഭൂമി എന്ന്. ജാതി വിവേചനത്തിനെതിരെ പാലക്കാട് നിന്ന് സബർമതി ആശ്രമത്തിലേക്ക് പദയാത്ര നടത്തിയത് ആരാണ്? ജാതി വിവേചനത്തിനെതിരെ പാലക്കാട് നിന്ന് സബർമതി ആശ്രമത്തിലേക്ക് പദയാത്ര നടത്തിയത് സ്വാമി ആനന്ദ തീർത്ഥനാണ്. സ്വാമി ആനന്ദ തീർത്ഥൻ. ദിണ്ടിഗലിലെ ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകനായ ഗാന്ധിയൻ ആരാണ്? ദിണ്ടിഗലിലെ ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ ജി രാമചന്ദ്രനാണ്. ജി രാമചന്ദ്രൻ. ഞാൻ ഒരു പുതിയ ലോകം കണ്ടു എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഞാൻ ഒരു പുതിയ ലോകം കണ്ടു എന്ന പുസ്തകം എ കെ ഗോപാലൻ്റെതാണ്. എ കെ ഗോപാലൻ. ഗുരുത്വാകർഷണ ത്വരണം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം ഏതാണ്? ഗുരുത്വാകർഷണ ത്വരണം ഏറ്റവും കൂടുതലുള്ള ഗ്രഹമാണ് വ്യാഴം. രാജിവെക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം മുഖ്യമന്ത്രി ആർക്കാണ് രാജിക്കത്ത് നൽകേണ്ടത്? രാജിവെക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം മുഖ്യമന്ത്രി ആർക്കാണ് രാജിക്കത്ത് നൽകേണ്ടത്? ഗവർണർക്കാണ്. ഗവർണർക്ക്. സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതം. നബാർഡിന്റെ ആസ്ഥാനം. നബാർഡിന്റെ ആസ്ഥാനം മുംബൈ. ഇന്ത്യയിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന കൽക്കരി ഇനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും അധികമായിട്ട് കാണപ്പെടുന്ന കൽക്കരി ഇനമാണ് ബിറ്റുമിനസ്. ഇന്ത്യയിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന കൽക്കരി ഇനം ബിറ്റുമിനസ്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനം പക്ഷി സങ്കേതമാണ്. മംഗളവനം പക്ഷി സങ്കേതം. കേരളത്തിലെ സർക്കസ് കലയുടെ പിതാവായി അറിയപ്പെടുന്നത്? കേരളത്തിലെ സർക്കസ് കലയുടെ പിതാവായി അറിയപ്പെടുന്നത് കീലേരി കുഞ്ഞിക്കണ്ണനാണ്. കീലേരി കുഞ്ഞിക്കണ്ണൻ. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിന്റെ ഭാഗം? ലിറ്റിൽ ബ്രെയിൻ സെറിബെല്ലമാണ്. സെറിബെല്ലം. ആറ്റത്തിലെ ഭാരം കൂടിയ കണം ഏത്? ആറ്റത്തിലെ ഭാരം കൂടിയ കണം ന്യൂട്രോൺ ആണ്. ന്യൂട്രോൺ. കരിമീനിന്റെ ശാസ്ത്രീയ നാമം? കരിമീനിന്റെ ശാസ്ത്രീയ നാമം എട്രോപ്ലസ് സുറൈറ്റൻസിസ് എന്നാണ്. എട്രോപ്ലസ് സുറൈറ്റൻസിസ് എന്നാണ് കരിമീനിന്റെ ശാസ്ത്രീയ നാമം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം?
ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. മെട്രോമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് മെട്രോമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഇ ശ്രീധരനാണ്. ഇ ശ്രീധരൻ. പുതിയ 10 രൂപ നോട്ടിന്റെ പുറകിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം. പുതിയ 10 രൂപ നോട്ടിന്റെ പുറകിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രമാണ് കൊണാർക്ക് സൂര്യക്ഷേത്രം. കൊണാർക്ക് സൂര്യക്ഷേത്രമാണ് പുതിയ 10 രൂപ നോട്ടിന്റെ പുറകിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന്റെ നിറം എന്താണ്? വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന്റെ നിറമാണ് ഓറഞ്ച്. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി രചിച്ച കഥ. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി രചിച്ച കഥയാണ് തലയോട് എന്നത്. തലയോട് എന്നത് ആരുടെ കൃതിയാണ് എന്ന് ചോദിച്ചാൽ തകഴിയുടെ കൃതിയാണ്. എന്തിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്? പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം, ഭാരത് മാത എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് ആര്? ഭാരത് മാത ചിത്രത്തിന്റെ പേര് ഭാരത് മാത, വരച്ചത് അബനീന്ദ്രനാഥ് ടാഗോർ ആണ്. അബനീന്ദ്രനാഥ് ടാഗോർ. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. ഒരു വസ്തുവിന് മുകളിലൂടെ മറ്റൊരു വസ്തു നീങ്ങുമ്പോൾ വസ്തുക്കളുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലം. ഒരു വസ്തുവിന് മുകളിലൂടെ മറ്റൊരു വസ്തു നീങ്ങുമ്പോൾ വസ്തുക്കളുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലമാണ് ഘർഷണ ബലം. മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം കൊടുത്തത് ആര്? മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം കൊടുത്തത് പൊയ്കയിൽ യോഹന്നാനാണ്. പൊയ്കയിൽ യോഹന്നാൻ. ഇന്ത്യയിലെ പ്രധാന ഖാരിഫ് വിള ഏതാണ്? ഇന്ത്യയിലെ പ്രധാന ഖാരിഫ് വിള നെല്ലാണ്. നെല്ല്. നീണ്ടകരയിലെ മത്സ്യബന്ധന വ്യവസായവുമായി സഹകരിക്കുന്ന രാജ്യം. നീണ്ടകരയിലെ മത്സ്യബന്ധന വ്യവസായവുമായിട്ട് സഹകരിക്കുന്ന രാജ്യം നോർവേ ആണ്. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യമാണ് കരിമീൻ. കരിമീനിന്റെ ശാസ്ത്രീയ നാമമാണ് നമ്മൾ നേരത്തെ നോക്കിയത് എട്രോപ്ലസ് സുറൈറ്റൻസിസ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഉള്ള ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ലയാണ് എറണാകുളം. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധമാണ് 3:2. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ശരാവതി നദിയിലാണ്. ശരാവതി നദി. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. അയ്യപ്പൻ. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ് വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത്. ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഏതാണ്? ഹൈഡ്രജനാണ്. ഹൈഡ്രജനാണ് ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരമാണ് കോട്ടയം. പ്രച്ഛന്നബുദ്ധൻ എന്ന് വിളിക്കപ്പെട്ടത് ആര്? പ്രച്ഛന്നബുദ്ധൻ എന്ന് വിളിക്കപ്പെട്ടത് ശങ്കരാചാര്യരാണ്. ശങ്കരാചാര്യർ. മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ചത് എന്നാണ്? മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ചത് 1891 ജനുവരി 1-നാണ്. 1891 ജനുവരി 1-നാണ് മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ചത്. ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ട വാതകം ഏതാണ്? ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ട വാതകമാണ് ഹീലിയം. മത്സ്യഫെഡിന്റെ വാർത്താപത്രിക. മത്സ്യഫെഡിന്റെ വാർത്താപത്രികയാണ് മത്സ്യം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്നത് പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാൾ. തമിഴ്നാട്ടിലെ വേദാരണ്യത്ത് സി രാജഗോപാലാചാരിയോടൊപ്പം ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് സ്വാമി ആനന്ദ തീർത്ഥനാണ്. തമിഴ്നാട്ടില് വേദാരണ്യം കടപ്പുറത്ത് ശ്രീ രാജഗോപാലാചാരിയോടൊപ്പം ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവാണ് സ്വാമി ആനന്ദ തീർത്ഥൻ. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദി ഏതാണ്? ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദിയാണ് സിന്ധു.
ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപം കഥകളിയാണ്. കഥകളി. ഗാന്ധിജി ഹരിജൻ പത്രം പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ്? പത്രത്തിന്റെ പേര് ഹരിജൻ. ആരുടെ പത്രമാണ്? ഗാന്ധിജിയുടെ പത്രമാണ്. ഏത് ഭാഷയിലായിരുന്നു? ഇംഗ്ലീഷ്. കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോൾ താരം ആരാണ്? കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോൾ താരം I.M. വിജയനാണ്. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ലാക്രിമൽ ഗ്രന്ഥി. മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല? മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ല. കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? മലപ്പുറം ജില്ലയിലാണ് കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. മലപ്പുറം ജില്ല. ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 16 ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത്. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് സി രാജഗോപാലാചാരി. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.